Closed doors, I'm a fool for your love. ദഹിപ്പിക്കുന്നതിന് മുമ്പുള്ള കുളിപ്പിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. അവരുടെ മക്കളും ബാക്കിയുള്ള ബന്ധുക്കാരാണ് അടുത്ത് നിൽക്കുന്നത്. പിന്നെ ടൂറിസ്റ്റുകളും ഉണ്ട് അടുത്ത്. നമ്മുടെ വാരണാസി പോയി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല, ഒരേ സമയം തന്നെ ആയിരക്കണക്കിന് ശവങ്ങളാണ് ഒരുമിച്ച് ദഹിപ്പിക്കുന്നത്. അമ്പലത്തിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ ഗോപുരങ്ങളായി കാണുന്നുണ്ടോ. എല്ലാവരും ആ ശവം കത്തിക്കുന്ന കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുക. ധാരാളം യൂറോപ്യൻസ് ഉണ്ട് കേട്ടോ. കുരങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട്. ബേബി ഇവിടെ എല്ലാം ബാക്ക് സൈഡിൽ ഇതെല്ലാം നമ്മൾ യോധ സിനിമയിൽ കാണുന്നുള്ള ഒരുപാട് ഗോപുരങ്ങളും എല്ലാം ഉണ്ട്. കണ്ടോ, അതുകൊണ്ട് തന്നെ ധാരാളം സ്വാമിമാരുണ്ട് ഇവിടെ കേട്ടോ. എന്ന് പറയുന്നത് ആ ശവം കത്തിക്കാനുള്ള നമ്മുടെ സ്ട്രക്ചർ പോലെ സാധനം അവർ മുള കൊണ്ടുണ്ടാക്കുന്ന കത്തിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ, അപ്പുറത്ത് മൊത്തം ഓൾറെഡി കത്തിച്ചോണ്ടിരിക്കുക. വേണ്ട, ഇരുഭാഗം തന്നെ കത്തിച്ചോണ്ടിരിക്കുക. അയ്യോ, അതെ സിനിമയുടെ സെയിം സാധനം പോലെ അല്ലേ. നമ്മളപ്പത്തെ ആ താഴേന്ന് കയറി ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മേളിലെത്തി. ഇവിടെ എന്താ കാണാനുള്ള നമുക്ക് നോക്കാം. ആടാ, അവിടെ നമ്മൾ നേരെ എപ്പോട്ട് വരുമ്പോൾ ഇവിടെ ആരും കാണുന്നില്ലല്ലോ. പടി വരുന്ന ഞങ്ങളെ മേളി ഞങ്ങൾ എത്തി. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ബാക്ക് സൈഡിൽ നിന്ന് നേരെ ആ പുഴ കടന്ന് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതുപോലെ ധാരാളം ചെറിയ ചെറിയ ഗോപുരങ്ങളും പുരാരായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാം. നമ്മൾ താഴേന്ന് സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ മന്ത്രവും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ വീണ്ടും ഒരു മന്ദിരമുണ്ട്. എന്തിൻ്റെ മന്ദിരം നടക്കുക ജസ്റ്റ് കയറി നോക്കട്ടെ. താഴെ ശിവലിംഗവും കാര്യങ്ങളാണ് കണ്ടത്. ഇനി ഇവിടെ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ നിന്ന് നമുക്ക് ഈ പ്രതിഷ്ഠ എന്തെന്ന് കാണാൻ പറ്റില്ല കേട്ടോ. എല്ലാം ശിവലിംഗം കേട്ടോ, ഓൾമോസ്റ്റ് എല്ലാ ശിവലിംഗമാണ്.
അതുപോലെ ഈ ഭാഗത്തെല്ലാം സന്യാസിമാരും അതുപോലെ താമസിക്കുന്ന സ്ഥലം തോന്നുന്നു. പിന്നെ മുകളിലൊക്കെ ഇത് യോഗി നർഹരിനാഥ് മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് മ്യൂസിയം. അവിടെ നമ്മൾ നേരെ പാസ് ചെയ്ത് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും താഴോട്ട് സ്റ്റെപ്പ് കണ്ടു. എന്താണെന്നറിയില്ല. പിന്നെ ഇവിടെ വർഷങ്ങൾ പഴക്കമുള്ള കുറേ ആൽമര കാണാം. ഇവിടെ വീണ്ടും നമ്മൾ താഴോട്ട് പോവാം. നമ്മളെ കയറി വന്ന സ്റ്റെപ്പ് പോലെ തന്നെ ഒരു സ്റ്റെപ്പാട്ടോ താഴോട്ട്. നമ്മളങ്ങനെ ഈ സ്ഥലമെല്ലാം കണ്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചിറങ്ങിയിട്ട് നമുക്ക് നോക്കാം അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും. നമ്മുടെ പാപ്പ ഇങ്ങനെ വന്നിരിക്കുകയാണ്. താഴെയോ? അതാ അത് നോക്കി ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോവാം. നമ്മളവിടെ നിന്ന് എക്സിറ്റിലോട്ട് വരുന്ന ഭാഗത്തത് ഒരു ചെറിയ ടെമ്പിളുണ്ട്. അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. ജസ്റ്റ് വെളിയിട്ടുണ്ട്. എൻട്രൻസ് ഓൺലി ഫോർ ഹിന്ദുസ് മാത്രമേ ഇട്ടുണ്ട്. പക്ഷേ ഒന്നല്ല, എല്ലാവരും കയറുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വേറെ വീണ്ടും ഇത് ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഫാസ്റ്റായിട്ട് തന്നെ കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്കറിയത്തില്ല. കാരണം കുറേ ഉണ്ട് ഐതിഹ്യങ്ങൾ. നേപ്പാൾ ഭാഷയിലായതുകൊണ്ട് നമുക്കൊന്നും വായിക്കാൻ നോക്കത്തില്ല. ഹിന്ദി തന്നെ പിന്നെ നോക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതേ സമയം നമ്മൾ ഇത് പശുപതി ടെമ്പിൾ മുഴുവൻ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ വിഷ്വൽസ് കാണിക്കുകയും ചെയ്യുന്നത്. കാരണം നേപ്പാൾ ഭാഷയായിട്ട് നമുക്കതിന് ലാംഗ്വേജും കാര്യങ്ങളും ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം പശുപതി ടെമ്പിളിലെ അകത്തെ കാഴ്ചകൾ ഞാനുള്ള ഇത് തന്നെയാണ്. അപ്പം നമുക്കിനി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ. Closed doors, I'm a fool for your love.